അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ്. ആശമ്പള്ളിയിലെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് പുതിയുള്ള LPS 1ാം ക്ലാസ്സിൽ ചേരാൻ. 1ാം ക്ലാസ്സിൽ ചേർന്നു, ക്ലാസ്സൊക്കെ നടക്കുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കഞ്ഞിയാണ് കുടിക്കുന്നത്. എനിക്കും കഞ്ഞി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മച്ചി സമ്മതിക്കത്തില്ല. അമ്മച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചോറ്, മെഴുക്ക് പുരട്ടി, ചമ്മന്തി, മുട്ട വറുത്തത് ഇതൊക്കെ തന്നെ വിടും. അപ്പോൾ ഞാനതാണ് കഴിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ മുട്ട പുഴുങ്ങിയതായിരുന്നു വെച്ചിരുന്നത്, കമത്തി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോറും പാത്രം തുറന്നപ്പം ആ ചോറിലൊക്കെ ഒരു പച്ച കളറ്, മുട്ട കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരവും. അപ്പോൾ ഞാൻ വൈകിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ നിങ്ങൾ എന്തിനാണ് ഈ മുട്ടയിൽ പഞ്ചസാര ചേർക്കുന്നത്? അമ്മ പറഞ്ഞു, പോടാ പഞ്ചസാര അല്ല മുട്ടയിൽ ചേർക്കൂടാന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞ്. പിറ്റേ ദിവസം മുട്ട വറുത്തതായിരുന്നു. മൂന്നാമത്തെ ദിവസം വീണ്ടും മുട്ട പുഴുങ്ങിയത്. അപ്പോൾ ഇതേ അവസ്ഥ, വീണ്ടും ഷുഗർ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നിങ്ങൾ എനിക്ക് ദയവ് ചെയ്ത് മുട്ട പുഴുങ്ങിയത് തരണ്ട, ഞാൻ മുട്ട വറുത്തത് കഴിച്ചോളാം, മുട്ട പുഴുങ്ങിയത് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാലാമത്തെ ദിവസം വീണ്ടും മുട്ട വറുത്തതാണേ. നാലാമത്തെ ദിവസം ഞാൻ വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാന്തയിൽ ഇരിക്കുക. അപ്പോൾ കുട്ടികളെല്ലാം നിരന്നിരിക്കുകയാണ് വരാന്തയിൽ. ഞാൻ വന്നിരുന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നല്ല തടിച്ചൊരു പെണ്ണ് വന്നിരുന്നു. 4ാം ക്ലാസ്സിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവിടെ ആ സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉള്ളൂ. കാര്യം അതുപോലെ സൈസ്, ഞാൻ കുഞ്ഞു ചെറുക്കനായിരുന്നു. ഞാൻ പാത്രം എല്ലാം തുറന്ന് എല്ലാം സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഈ പെണ്ണ് കാണുന്നുണ്ട്. എല്ലാം മുട്ട വറുത്ത ഒരു സൈഡിൽ വെച്ച്, ചമ്മന്തി ഒരു സൈഡിൽ വെച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം ഈ പെണ്ണിനോട് ചോദിക്കുക, മോന് ചേച്ചി വാരി തരണോ, മോന് ഭക്ഷണം വേണ്ടേ, മോന് ചേച്ചി വാരി തരട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കെയറിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ ഇത്രയും സ്നേഹമുള്ള ചേച്ചിയോ. ഞാൻ പറഞ്ഞു, ചേച്ചി വേണ്ട ചേച്ചി, ഞാൻ കഴിച്ചോളാം ചേച്ചി എന്ന് പറഞ്ഞു. ശരി മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് കൈയും എടുത്ത് പാത്രത്തിലേക്ക് ഇടുകയും, വരാന്തയിലല്ലേ ഇരിക്കുന്നത്, മേളിൽ നിന്നൊരു കാക്ക തൂറി എൻ്റെ കയ്യിൽ വന്ന് ചിന്നി ചെതറി മുട്ടയിലും ചമ്മന്തിയിലും ചോറിലും എല്ലാം വീണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനാകെ സ്തബ്ധനായിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനോട് ഈ പെണ്ണിനോട് ചോദിച്ച്, മോന് ചോറ് വേണ്ടേ, കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചി ചോറ് വേണ്ടേ, എന്നാൽ ഞാൻ ആ മുട്ട വറുത്ത് എടുത്തോട്ടെ എന്ന്. അവരത് പറയുകയും മുട്ട വറുത്ത് എടുക്കുകയും കൂടെ ആയിരുന്നു. ആക്ച്വലി അവർ കെയർ ചെയ്തത് എന്നെയല്ല, എന്നിലൂടെ ആ മുട്ട വറുത്തതിനെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ഒരു സാധനം കിട്ടാൻ വേണ്ടി നമ്മളാരെയും കെയർ ചെയ്യുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ആത്മാർത്ഥമായിട്ട് ചുമ്മാ അതങ്ങ് പ്രേമിച്ചേക്കണമെന്നേ, അല്ലെങ്കിൽ സ്നേഹിച്ചേക്കണമെന്നേ എല്ലാവരെയും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാലേ, ആ മുട്ട മഞ്ഞക്കരു വന്നിട്ട് മധുരിച്ചില്ലേ, അത് ആക്ച്വലി എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. അത് കെമിക്കൽ റിയാക്ഷനാണ്, അതെനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷേ അത് ഫുൾ ഓഫ് ഹെർ ലവ് ആണ്. അമ്മ എനിക്ക് അത്രയും സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടിരുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ വീണ്ടും തിരിച്ചു വരും. എന്ന് നിങ്ങളുടെ സ്വന്തം കൃഷ്ണൻ. ബൈ ബൈ.